റീൽസിന് വേണ്ടി അദ്ദേഹം ഒരു റീലിന് 2 മിനിറ്റിന് 10 ലക്ഷം ചെലവാക്കാൻ ഈ ഗവൺമെൻറ് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അനുമതിയുടെ പേരാണ് ഈ പറയുന്ന മരുമോനിസം. അപ്പോൾ ഞാനത് രാഷ്ട്രീയമായിട്ട് പറയുമ്പോൾ എന്നെ വ്യക്തിഹത്യ നടത്തുകയും നാട്ടിലുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ബഹുമാനീയരായ വ്യക്തികളെ ചെറ്റയെന്നും പരനാറിയെന്നും അപരിഷ്കൃതനെന്നൊക്കെ മുഖ്യമന്ത്രിക്ക് വിളിക്കാമെങ്കിൽ അത് കേരളം വിലയിരുത്തട്ടെ. എനിക്കതിനെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ. ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി ഇല്ല, ഇവിടെ മനുഷ്യർക്ക് മരുന്നില്ല, 2 ഇത് പൂട്ടിപ്പോയി കിടക്കുന്ന സബ് സെൻ്ററുകൾ. ഈ ഒരു ഘട്ടം നിൽക്കുമ്പോൾ 4.5 കോടി രൂപ അദ്ദേഹത്തിൻ്റെ മാത്രം ഉപയോഗിക്കുന്ന PWD റെസ്റ്റ് ഹൗസ് പുനർനിർമ്മിക്കാൻ ചെലവഴിച്ചിരിക്കുകയാണ്. അതാണ് മരുമോനിസം. മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ധിക്കാരപരമായിട്ടുള്ള ഈ അഹങ്കാരവും ധാർഷ്ട്യവും അവസാനിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ നടന്ന യോഗത്തിലെ ഒരു പ്രവർത്തകൻ്റെ ചോദ്യത്തിന് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത്. അതിനെതിരെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ രാജഭരണം അതിനെതിരെയുള്ള ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് ഈ പുലരിയിൽ എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ജനാധിപത്യപരമായ രീതിയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് UDF സ്ഥാനാർത്ഥിയായ PV അൻവറിനെ ജനാധിപത്യപരമായ രീതിയിൽ മത്സരിച്ച് തോൽപ്പിക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് ഇപ്പോൾ മരുമോനിസം ഇറക്കി കളിക്കുന്നു എന്നാണ് PV അൻവർ പറഞ്ഞത്. അതായത് അപരന്മാരെ ഇറക്കിക്കൊണ്ട് തനിക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകൾ അട്ടിമറിച്ച് വിജയം നേടാനാണ് മുഹമ്മദ് റിയാസ് ഇത്രത്തോളം ബുദ്ധിമുട്ടി ഓടി നടന്ന് അപരന്മാരെ കണ്ടെത്തി നിർത്തിയിരിക്കുന്നത് എന്നാണ് PV അൻവർ തുറന്നടിച്ചത്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇത്രത്തോളം അപരന്മാർ നിലകൊള്ളുന്നത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം നേടുന്നത് എന്നാണ് PV അൻവർ തുറന്നടിച്ചത്. ഇതിനെയാണ് താൻ മരുമോനിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു മത്സരത്തിൽ അങ്ങനെ വേണം, ജനാധിപത്യപരമായ രീതിയിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിട്ട് വേണം വോട്ട് ചോദിക്കാനും വോട്ട് പിടിക്കാനും. ഇത് എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടുവാനുള്ള വോട്ടുകൾ അദ്ദേഹത്തിന്റെ പേരിനോട് സാദൃശ്യമുള്ള ആരെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തി അങ്ങനെ വോട്ട് തട്ടാമെന്നാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു രീതിയാണ് മണ്ഡലത്തിൽ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് PV അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത്. ബേപ്പൂരിൽ താലൂക്ക് ആശുപത്രിയിൽ ഒരു ഗൈനക്കോളജി വിഭാഗം പോലുമില്ല. ഇനിയിപ്പോൾ ഗൈനക്കോളജി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗൈനക്കോളജിസ്റ്റ് പോലുമില്ല. അത്യാവശ്യക്കാർക്ക് അത്യാവശ്യമായി എത്തുന്ന രോഗികൾക്ക് കൊടുക്കാനുള്ള മരുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് സാഹചര്യമെങ്കിലും PWD മിനിസ്റ്ററായ മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വിശ്രമിക്കുവാൻ വേണ്ടി PWD ഗസ്റ്റ് ഹൗസ് 2.5 കോടി രൂപ മുതൽ മുടക്കിൽ അത് പുനരുദ്ധരിക്കുന്നു എന്നുള്ളതാണ് അപഹാസ്യകരമായ കാര്യം എന്നാണ് PV അൻവർ തുറന്നടിച്ചത്. സാധാരണക്കാരന് ഒരു നേരത്തെ അസുഖമായി ചെല്ലുമ്പോൾ അവന് മരുന്ന് മേടിക്കുവാനുള്ള അല്ലെങ്കിൽ മരുന്ന് കിട്ടുവാനുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കാതെ, അല്ലെങ്കിൽ സാധാരണക്കാരുടെ മക്കൾ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ പ്രസവിക്കാൻ വലിയ വലിയ ആശുപത്രികളിൽ പോയി പ്രസവിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകൾക്ക് സർക്കാർ ആശുപത്രിയിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോലും ഏർപ്പാടാക്കാത്ത മുഹമ്മദ് റിയാസ് ബേപ്പൂരിലെത്തുമ്പോൾ വിശ്രമിക്കുവാൻ വേണ്ടി അദ്ദേഹം PWD ഗസ്റ്റ് ഹൗസ് പുനരുദ്ധരിക്കുവാൻ വേണ്ടി 2.5 കോടി രൂപ ചിലവഴിച്ചിരിക്കുന്നു. ഇതാണ് മരുമോനിസം എന്ന് താൻ വിശേഷിപ്പിക്കുന്നത്. ഇതൊരാളെ വ്യക്തിപരമായി കളിയാക്കുന്ന ഭാഷാ പ്രയോഗമല്ല. ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് ഒരിക്കൽ വിശേഷിപ്പിക്കുകയുണ്ടായി. മറ്റൊരിക്കൽ കൊല്ലത്ത് മത്സരിച്ച പ്രമുഖനായ MP പ്രേമചന്ദ്രനെ പരനാറി എന്നാണ് വിശേഷിപ്പിച്ചത്. ഇന്നിപ്പോൾ CPM-ന്റെ കൂടാരത്തിലുണ്ടായിരുന്ന 63 വർഷക്കാലം CPM-ലെ സന്തത സഹചാരിയായിരുന്ന G സുധാകരൻ CPM വിട്ടു പോന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചെറ്റത്തരം എന്ന് പറഞ്ഞുകൊണ്ട് ചെറ്റ എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. അതുപോരാഞ്ഞിട്ട് കോന്നിയിൽ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംബന്ധിച്ച ഇടതുപക്ഷ പ്രസ്ഥാനക്കാരനെ തന്നെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ താൻ അത് വീട്ടിൽ പോയി ചോദിക്കൂ എന്ന ദാർഢ്യത്തോടു കൂടിയാണ് പ്രസംഗിക്കുന്നത്. ഇത് എങ്ങനെയാണ് ജനാധിപത്യപരമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുക, ഉൾക്കൊള്ളാൻ സാധിക്കുക? തൻ്റെ നേട്ടങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ നടത്താതെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന മട്ടിൽ ജനങ്ങളിലേക്ക് അത്തരം കാര്യങ്ങൾ എത്തിക്കുവാൻ വേണ്ടി റീൽസ് ഇട്ട് കളിക്കുന്ന മന്ത്രിയാണ് മരുമോൻ മന്ത്രി. മരുമോൻ മന്ത്രിക്ക് 2 മിനിറ്റുള്ള ഒരു റീൽ എടുക്കുന്നതിന് 10 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രി അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ എത്രയെത്ര റീലുകളാണ് അദ്ദേഹം ഓരോ ദിവസവും ഇട്ട് കളിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെയാണ് താൻ പിണറായിസം എന്ന് വിശേഷിപ്പിക്കുന്നത്.
നീതിയുക്തമല്ലാത്ത ന്യായയുക്തമല്ലാത്ത ഭരണരീതികളെ വിമർശിക്കുവാൻ താൻ കണ്ടെത്തിയ പദം തന്നെയാണ് മരിമോനിസവും പിണറായിസവും. എന്നാൽ പിണറായി വിജയൻ തന്റെ എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ നികൃഷ്ടജീവിയെന്നും പരനാറിയെന്നും ചെറ്റത്തരമെന്നും ഒക്കെ വിശേഷിപ്പിക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ ഭേദമായ പദമാണ് പിണറായിസം മരിമോനിസം എന്നുള്ളത്. അതൊരിക്കലും അസഭ്യ പദങ്ങളല്ല എന്ന് തന്നെയാണ് PV അൻവർ തുറന്നടിച്ചത്. മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ തനിക്കെതിരെ എത്ര തന്നെ അപരന്മാരെ നിർത്തിയാലും ജനാധിപത്യപരമായ രീതിയിലുള്ള ഈ മത്സരത്തിൽ ജനങ്ങൾ എനിക്കൊപ്പം നിൽക്കും, UDF-ന് ഒപ്പം നിൽക്കും എന്നാണ് PV അൻവർ തുറന്നടിച്ചത്. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു നേട്ടമായിരിക്കും UDF ബേപ്പൂരിൽ കൈവരിക്കുകയെന്നും മുഹമ്മദ് റിയാസ് 8 നിലയിൽ പൊട്ടും എന്ന് തന്നെയാണ് PV അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത്. പിണറായിസത്തിനെതിരെയും മരിമോനിസത്തിനെതിരെയും തുറന്നടിച്ചുകൊണ്ട് PV അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അപരന്മാർ ഉള്ളത് എനിക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 4 അപരന്മാരൊക്കെ ഒന്നും ചരിത്രത്തിൽ ഉണ്ടാവാത്തതാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ എതിർ സ്ഥാനാർത്ഥി എത്രത്തോളം എൻ്റെ സാന്നിധ്യത്തെ ഭയപ്പെടുന്നുണ്ട് എന്നത് നമുക്ക് വളരെ കൃത്യമായി അതൊന്ന് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ജനങ്ങളെ അങ്ങനെ വിഡ്ഢികളാക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. ബേപ്പൂരിലെ ജനങ്ങൾ അത്ര മോശമാണ്, വിവരമില്ലാത്തവരാണ് എന്ന് അദ്ദേഹം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളത് തിരുത്തുക തന്നെ ചെയ്യും. എതിർ സ്ഥാനത്തേക്കുണ്ട് 2 അപരന്മാർ ഭയമില്ലെന്ന് റിയാസ് പറയുന്നു. അല്ല, അത് തീർച്ചയായിട്ടും. കാരണം ഞാൻ ആ വിഷയത്തിൽ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു ഇടപെടൽ ഇതുവരെ നടത്തിയിട്ടില്ല. ഞാൻ ഒരുപാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ്. ജനാധിപത്യത്തിൽ വളഞ്ഞ വഴി ഉപയോഗിച്ചിട്ടല്ല ജയിച്ചു കയറേണ്ടത്. അത് സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടത്തിയിട്ടാണ് ജയിച്ചു കയറേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപരന്മാർ ഭയമില്ല എന്ന് പറയുന്ന ആളാണ് എതിർ സ്ഥാനാർത്ഥിക്ക് 4 അപരന്മാർ. അല്ല, അത് തീർച്ചയായിട്ടും അപരന്മാരെ ഭയമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ അദ്ദേഹം 4 സ്ഥാനാർത്ഥികളെ അദ്ദേഹം നിർത്തിയിട്ടുള്ളത്? ഇവിടെ അപരന്മാരൊന്നുമല്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. നിങ്ങൾക്കറിയാം, ഇന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ കേരളം ചർച്ച ചെയ്യുകയാണ്. മിനിഞ്ഞാന്ന് അദ്ദേഹം പറഞ്ഞത് G. സുധാകരനെ കുറിച്ച് ചെറ്റയെന്നാണ്. ഇതിൻ്റെ മുമ്പ് ഇവിടെ ബഹുമാനായ താമരശ്ശേരി ബിഷപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നികൃഷ്ടജീവി എന്നാണ്.